ടേസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിഠായി ഉണ്ടാക്കാനാണ്. നമ്മുടെ വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനാണ്. അതും കെമിക്കലും ഫുഡ് കളറും ഒന്നും ചേർക്കാത്ത നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മിഠായി ഉണ്ടാക്കുന്നത്. ലോലിപോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? വാ. ഫസ്റ്റ് നമുക്ക് ഓറഞ്ചിൻ്റെ ലോലിപോപ്പ് ഉണ്ടാക്കാം. ഓറഞ്ചിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്ക് ഇത് ജ്യൂസാക്കിക്കൊണ്ട് വരാം. ഇത് അധികം വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് ജ്യൂസ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് പഞ്ചസാരയൊക്കെ ചേർന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അതുവരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് മിഠായി പോലെ ആയി വരുന്നുണ്ടെന്നാണ്. മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ഗ്ലാസ് എടുത്തിട്ട് കീറിയിട്ട് അതിനകത്ത് ഹോൾ ഇട്ടിട്ട് കമ്പ് കുത്തി വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ നമുക്ക് തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേപ്പിൻ്റെ ലോലിപോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ വെറൈറ്റി ഗ്രേപ്പ് ജ്യൂസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ആ ജ്യൂസ് അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ജ്യൂസ് നമുക്ക് പാനകത്ത് ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് നേരത്തെ ചെയ്ത കണക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ കപ്പിലല്ല ചെയ്തത്. ഇപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറിനകത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചൂട് പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് മുട്ടായിയുടെ കമ്പോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ നാച്ചുറലാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കുഴപ്പമില്ല.